അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ചാണ്. 900 മതമുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ്. അത് ലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് തന്നെയാണ് പ്രധാന കാരണം. മനുഷ്യരെയും അണ്ടകടാഹത്തിലെ അഖിലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യകുലത്തിന് രക്ഷയ്ക്കും സുരക്ഷയ്ക്കും നൽകിയതാണ് ഇസ്ലാം മതം. ലോകത്ത് എത്ര തന്നെ മതങ്ങളുണ്ടായാലും ശരി, അള്ളാഹുവിൻ്റെ അരികിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതത്തിന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ് സംവിധാനിച്ചത്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിന്റെ സമ്പൂർണതയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കി. ഇനി ഒരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട്. ആർക്കും പുതുക്കാനും അർഹതയില്ല, അതുപോലെ തന്നെ പുതിയൊരു പരിഷ്കാരം അതിൽ കൊണ്ടുവരാനും അർഹതയില്ല, അത് ആവശ്യമില്ലതാനും. വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകൾ മാത്രമല്ല, യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യമാണവുമാവാം. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇസ്ലാം പറയും പോലെ ഒരു പ്രത്യേക ശാസ്ത്രത്തിനും പറയാൻ സാധ്യമല്ലെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഇസ്ലാമിന്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്നു, അല്ലെ? മനുഷ്യന്റെ ചലന നിശ്ചലനങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ ഇടപെടലുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ ഇസ്ലാമിന്റെ ഇടപെടലുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ വാഹനത്തിൽ കയറുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട്. മറ്റുള്ള ഒരു മതത്തിലും ഇതുപോലുള്ള ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കൂല. മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം പറയുന്നുണ്ട്, നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പലരും അങ്ങനെ നടക്കുന്നില്ല. പേരിന് മുസ്ലിമാണ്, മുഹമ്മദ് എന്ന് പേരുണ്ട്, ജബ്ബാർ എന്ന് പേരുണ്ട്, നാസർ എന്ന് പേരുണ്ട്. പക്ഷേ നമ്മൾ എന്താക്കുന്നില്ല, അതനുസരിച്ച് ജീവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പരത്തി ഞാനൊന്നും പറയുന്നില്ല. ലോകത്ത് എത്ര മതങ്ങളുണ്ടായാലും ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതം അത് ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നും നാം മനസ്സിലാക്കുക. വിശുദ്ധമായ ആ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്